ഹലോ ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ റിവ്യൂ ഓഫ് ദ മൂവി റീൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് മധുവിധു. അപ്പം കയോട്ടിക്, കുറച്ച് ക്രിഞ്ച്, കുറച്ച് ക്ലീഷേ, ഇതാണ് മൂന്ന് തിങ്സ് വിച്ച് ഡിഫൈൻ മധുവിധുവിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇതൊരു പതിയെ ഒരു താളത്തിൽ ഇങ്ങനെ തുടങ്ങും, കണ്ണാദ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. എന്നിട്ട് ടുവേർഡ്സ് ദ ഹാഫ് ടൈം ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വരും. പിന്നെ അത് അങ്ങനെയാണ് ആ സിനിമ പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നതും. സെക്കൻഡ് ഹാഫിൽ ഇതുപോലെ ഇങ്ങനെ പല 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 ഇൻസിഡൻസ് ആയിട്ട് വരും. അപ്പം അത് കുറച്ച് ഒരു വേണമെങ്കിൽ ഒരു മെസ്സി എന്ന് പറയാം, കുറച്ചൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചു ശരിക്കും ഇങ്ങനെ അയ്യോ ഇതാ വീണ്ടും വരുന്നു, ആ ഒരു മോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മേക്കേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഐ മീൻ ദേ ഹവ് ട്രൈ ടു ബി ഡിഫറെൻറ്റ് ആൻഡ് ഇതിലെ പല കാര്യങ്ങളും ഒരു ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിലൊരു കുറച്ചൊരു കയോട്ടിക് ഫീല് നമുക്ക് എന്തായാലും ഉണ്ടാവും. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഐ മീൻ കുറച്ചധികം സീൻസ് ഉണ്ട് അതിനകത്ത് നമുക്കൊരു ക്രിഞ്ച് ഫീൽ വരുന്ന. അങ്ങനെ ഒരുപാട് ആ സിനിമ മൊത്തം ഉണ്ടെന്നല്ല, എന്നാലും കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് കാണുന്നവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ഒന്ന് രണ്ട് ഒരു കേബിൾ കട്ട് സീനും ഉണ്ട്. പിന്നെ മറ്റേ ഈ നോൺ ലീഡ് പേരൻ്റ് അല്ലാതുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വരുന്ന പോർഷൻസിൽ ഈ ക്രിഞ്ച്നെസ് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലീഷ ഒബ്വിയസ്ലി നമ്മുടെ പല റൊമാൻറ്റിക് സീൻസ്, ഇമോഷണൽ സീൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതെല്ലാം ഒരു ക്ലീഷയാണല്ലോ എപ്പോഴും. അത് അതേപോലെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ സാമാന്യം എൻ്റർടൈനിങ്ങും ആണ്. നമുക്കൊരു സുഖമായിട്ടൊരു വട്ടം കണ്ടുകൊണ്ടിരിക്കാനുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഹ്യൂമറാണ്. അപ്പോൾ ഈ ഹ്യൂമറാണ് ഇതിൽ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ് ക്ലിക്സ് ബിഗ് ടൈം. ഐ മീൻ അതിലൊരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ അല്ല, മെയിൻലി പലതും സിറ്റുവേഷണലാണ്, പലതും ഡയലോഗ് ഡ്രിവൺ ആണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പ്രഷൻ, അവരാ ഇട്ടിരിക്കുന്ന പെർഫോമൻസ് വെച്ചിട്ടാണ് അതിൽ ഏറ്റവും നല്ലതായിട്ട് ഇത് വർക്കൗട്ട് ആവാൻ ഒരു റീസൺ. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, മേക്കിങ്ങും എഡിറ്റിങ്ങും. അപ്പോൾ ഡയറക്ടർ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ അത് ചെയ്തിട്ടുണ്ട്. കാരണം ആ മൊത്തത്തിൽ പോയിരിക്കുന്ന ഒരു ഫ്ലോയും പാറ്റേണും ഒരു രസമുണ്ട്. പിന്നെ എഡിറ്റിങ് ഒരു ഒന്ന് രണ്ട് പർട്ടിക്കുലർ സീൻസ് ഉണ്ട് വേറെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. കാരണം ആ ബാലൻസിങ് ബിറ്റ്വീൻ ഇമോഷണൽ സീൻസ് ആൻഡ് കോമഡി വരുമ്പം അപ്പോഴാണ് അത് വളരെയധികം വ്യക്തമായിട്ട് നമുക്കത് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും ശരി, ആ റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും ശരി, അവരുടെ ആ ഡാൻസ് മോഡ് സോങ്സ് ആണെങ്കിലും ശരി, നല്ല കിഡിലുമായിട്ട് ഹെഷാം അത് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇസ് ദ പെർഫോമൻസസ്. അപ്പോൾ അതിനകത്ത് ഈ ഷറഫുദ്ദീൻ കല്യാണി ആ ലീഡ് പെയറിൻ്റെ കെമിസ്ട്രി നല്ല പോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം അതാണ് ഒരു മെയിൻ റീസൺ അവരുടെ റൊമാൻസ് നമുക്ക് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും വന്നിരിക്കുന്നതൊക്കെ നല്ല രസം. പിന്നെ ഷറഫുദ്ദീൻ പറയണ്ടല്ലോ, കാരണം കോമിക് ടൈമിങ് പുള്ളിയുടെ ഒരു ബിഗ്ഗസ്റ്റ് അസറ്റാണ്. അതുകൊണ്ട് പുള്ളി ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതും സൗണ്ട് മോഡുലേഷൻ, എക്സ്പ്രഷനും എല്ലാം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് സപ്പോർട്ടിങ് കാസ്റ്റ്, കുറച്ചധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ ജഗദീഷ് ഉണ്ട്, ആസീസ് നെടുമങ്ങാടുണ്ട്, പിന്നെ മറ്റേ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അമൽ ജോസ്, സഞ്ജു, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്. അവർ രണ്ട് നല്ല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സായികുമാർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ സപ്പോർട്ടിങ് കാസ്റ്റ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ അപ്പോൾ ടോട്ടലി നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മധുവിധു ഐ മീൻ ഇറ്റ്സ് നോട്ട് എ ഫിലിം വിച്ച് ഇസ് ഗോയിങ് ടു സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ, അങ്ങനെ ആ ഒരു മോഡിലല്ല. പക്ഷേ എന്തൊക്കെ അതിന് കുഴപ്പമുണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഇറ്റ് ഇസ് ആൻ എൻ്റർടൈനിങ് ഫിലിം. കുറേ അടുത്ത് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. And that is one of the main reasons why it becomes a passable and a watchable film. So thank you all. Till I'm back with the next review. Bye bye.